നമ്മൾ ആദ്യം രോഗം എന്ത് ചെയ്യണം? ഡയഗ്നോസ് ചെയ്യണം. നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? നോർമലി 5 ഒബ്ജക്ഷൻസാണ് വരിക, 5-6 ഒബ്ജക്ഷൻസാണ് വരിക. നമ്മൾ സെയിൽസ് ഒന്നാമത് നിയമമാണ് ഡു നോട്ട് അക്സെപ്റ്റ് എവരി വൺ ആസ് യുവർ ക്ലയൻറ്റ്. ഇഫ് യു വാണ്ട് ടു ഗെറ്റ് റിസൾട്ട്, യു ഹാവ് ടു ഫോളോ ദ പ്രോസസ്. Greenlives Coaching and Training Solution. ഓരോ ബിസിനസ്സിനും ഓരോ രീതിയാണ്. എല്ലാ രോഗത്തിനും ഡോക്ടർ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ഡോക്ടർ അടുത്ത് ചെന്നാൽ ഡോക്ടർ എന്താ ആദ്യം ചെയ്യുക? ആര് വന്നാലും ഒരു മെഡിസിൻ എടുത്ത് കൊടുക്കുമോ? നിങ്ങൾക്ക് വേറെ വേദന ആണെങ്കിലും തലവേദന ആണെങ്കിലും ഒറ്റ മെഡിസിൻ കൊടുക്കുമോ? ഇതാണ് എല്ലാ സെയിൽസ്മാനും ചെയ്യൽ. നമ്മൾ ആദ്യം രോഗം എന്ത് ചെയ്യണം? ഡയഗ്നോസ് ചെയ്യണം. നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? നിങ്ങൾക്ക് എന്താണ് സ്റ്റാർട്ട് ചെയ്തത്? സാർ എന്താ കഴിച്ചത്? സാറിന് പിന്നെ വയറ്റുനിന്ന് പോയിട്ടുണ്ടോ? എന്നാണ് തുടങ്ങിയത്? ഇതൊക്കെ ഒരു ആദ്യം ഡയഗ്നോസ് ചെയ്യും, എന്നിട്ട് ആ മെഡിസിൻ കൊടുക്കുക. ഇതേപോലെയാണ് സെയിൽസ് നടത്തുന്നത്. പ്രോബ്ലം ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം, എന്നിട്ട് വേണം മരുന്ന് കൊടുക്കാൻ. അപ്പോൾ ഓരോ പ്രശ്നം വില കൂടുതലാന്ന് പറഞ്ഞ പിന്നെ കസ്റ്റമറുടെ പ്രശ്നമാവില്ല എന്ത് ഗ്യാരണ്ടി വയ്ക്കുന്നത്. ചില ആൾക്കാർ നീട്ടി വെക്കും അല്ലേ? നമുക്ക് ഈ മാസം തന്നെ വാടക കൊടുക്കണ്ടേ? ഈ മാസം സ്റ്റാഫിന് പൈസ കൊടുക്കണ്ടേ? ഈ മാസം നമ്മൾ ബില്ലടക്കണ്ടേ? ഇപ്പോൾ നീട്ടി വെച്ച് കഴിഞ്ഞാൽ സെയിൽസ് നടക്കില്ലല്ലോ. അപ്പോൾ എന്താവും? സ്റ്റോൾ ചെയ്യും. ഐ ഗെറ്റ് ബാക്ക് ടു യു, ഐ കം ബാക്ക് ടു യു, ഐ വിൽ കോൾ യു. ഞാൻ കോച്ചിങ് ചെയ്യണം ഇങ്ങോട്ട് തന്നെ ചെയ്യുള്ളൂ, ഒരിക്കലും ചെയ്യൂല. പക്ഷെ അങ്ങനെ പറയാം അല്ലേ? ഇങ്ങനെ പല ഒബ്ജക്ഷൻസും വരും. നോർമലി 5 ഒബ്ജക്ഷൻസാണ് വരിക, 5-6 ഒബ്ജക്ഷൻസാണ് വരിക. അപ്പോൾ ഓരോ ഒബ്ജക്ഷൻസിനും ഇവൻ്റെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ചില ആൾക്കാർ നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. നമ്മൾ സെയിൽസ് ഒന്നാമത് നിയമമാണ് ഡു നോട്ട് അക്സെപ്റ്റ് എവരി വൺ ആസ് യുവർ ക്ലയൻറ്റ്. എല്ലാവരും നിങ്ങളുടെ ക്ലയൻ്റ് അല്ല. കാരണം നമ്മൾ ആദ്യം നോക്കണം മണി, അതോറിറ്റി, നീഡ്. ഇത് മൂന്നും ഇല്ലെങ്കിൽ ഒന്ന് ടച്ച് ചെയ്യരുത്. അത് ഫസ്റ്റത്തെ സ്കാനിങ്ങിൽ നടക്കണം. അതാണ് പ്രോബിംഗ് എന്ന് പറഞ്ഞാൽ. സോ ആദ്യം എന്താണ്? സസ്പെക്റ്റിംഗ് ചെയ്യണം, ആർട്ട് ഓഫ് മെൻ്റൽ കാൽക്കുലേഷൻ. ദെൻ പ്രോബിംഗ് ചെയ്യണം, പിന്നെ എന്താണ്? അപ്രോച്ച് ചെയ്യണം. അപ്രോച്ചിൽ 5 സ്റ്റെപ്പ് ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് ഓപ്പണിംഗ് മീൻസ് ടു ഗെറ്റ് ദ അറ്റൻഷൻ ഓഫ് ദ കസ്റ്റമർ. ദെൻ യു ഹാവ് ടു പ്രോബ് മീൻസ് യു ഹാവ് ടു ക്രിയേറ്റ് ദ ഇൻട്രസ്റ്റ്. ദെൻ യു ഹാവ് ടു സപ്പോർട്ട് ദ കസ്റ്റമർ. അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കൺവിക്ഷൻ നടത്തുന്നത്. ബർഗർ രൂപത്തിൽ ഫീച്ചേഴ്സും അഡ്വാൻറ്റേജസും ബെനിഫിറ്റ്സും പറയേണ്ടത്. ദെൻ യു ഹാവ് ടു ക്ലോസ് ദ സെയിൽ. അതിന് മുമ്പ് മോട്ടിവേറ്റ് ചെയ്യണം. യു ഹാവ് ടു മോട്ടിവേറ്റ് ദ കസ്റ്റമർ ടു ക്രിയേറ്റ് ദ ഇൻട്രസ്റ്റ്. Then you have to close the sale. എന്തിനാ ക്ലോസ് ചെയ്യുന്നത്? ചില ആൾക്കാർ ക്ലോസ് ചെയ്യൂല. പൈസ കിട്ടണമെങ്കിൽ ക്ലോസ് ചെയ്യണം. ക്ലോസ് ചെയ്യാൻ പേടിയൊക്കെ, റിജക്ഷൻ വരുന്ന പേടി കൊണ്ട് ക്ലോസ് ചെയ്യൂല. മിക്ക സെയിൽസ്മാനോട് പേടിക്കും. പക്ഷേ നമുക്ക് ആക്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഇഫ് യു വാണ്ട് ടു ഗെറ്റ് ദ ആക്ഷൻ, യു ഹാവ് ടു ക്ലോസ് ദ സെയിൽ. എന്നിട്ട് എന്ത് ചെയ്യണം? നെഗോഷിയേറ്റ് ചെയ്യണം, എന്നിട്ട് ഓർഡർ എടുക്കണം, എന്നിട്ട് ദിസ് ഈസ് എ സ്പാങ്കോ പ്രോസസ്. ഇത് കൃത്യമായി ചെയ്യുകയാണെങ്കിൽ, ഈ പ്രോസസ്സ് കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യുകയാണെങ്കിൽ, ദിസ് ഈസ് ദ സയൻറ്റിഫിക് സ്റ്റെപ്സ് ഓഫ് സെയിൽ. ദിസ് ഈസ് ദ സയൻസ് ഓഫ് സെയിൽസ്. സോ ദർ ഈസ് എ സയൻസ് ഇൻ സെയിൽസ്. ഇതറിയാതെ സെയിൽസ് നടത്തി കഴിഞ്ഞാൽ റിസൾട്ട് ഉണ്ടാവില്ല. ഇഫ് യു വാണ്ട് ടു ഗെറ്റ് റിസൾട്ട്, യു ഹാവ് ടു ഫോളോ ദ പ്രോസസ്. യു ഹാവ് ടു അപ്ലൈ ദ സയൻസ്. റിസൾട്ട് കിട്ടണമെങ്കിൽ സയൻസ് അപ്ലൈ ചെയ്യണം. സ്ക്രിപ്റ്റ് വേണം, സപ്പോർട്ടിംഗ് ടൂൾസ് വേണം, സ്കില്ല് വേണം. ഇതെല്ലാം കൂടുന്നതിനാണ് നമ്മൾ സെയിൽസ് സിസ്റ്റം ഡിസൈൻ എന്ന് പറയാം. ഇതെല്ലാം ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഡോക്ടർ MBBS പഠിച്ച പോലെ, അല്ലെങ്കിൽ നമ്മൾ എൻജിനീയർ ആവാൻ പഠിച്ച പോലെ, നമ്മൾ പിന്നെ അഡ്വക്കേറ്റ് ആവാൻ പഠിക്കുന്ന പോലെ, ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവാൻ പഠിക്കുന്ന പോലെ, യു ഹാവ് ടു ലേൺ, യു ഹാവ് ടു ഇൻവെസ്റ്റ്. The first E is education. The first E is education. Greenlives Coaching and Training Solution.